CBSE 10th ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് എല്ലാവർക്കും പാടുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. മാത്തമാറ്റിക്സ് 8, 9, 10 +1 +2 ക്ലാസ്സുകളിലെല്ലാം മാത്തമാറ്റിക്സ് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് കുട്ടികളെല്ലാം പറയുന്നത്. എന്നാൽ ഇത് പഠിക്കേണ്ട രീതി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഇതാണ് മാത്തമാറ്റിക്സ്. മാത്സ് എല്ലാ കുട്ടികൾക്കും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഒരേ ഒരു സബ്ജക്ട് ഏതാണെന്ന് വെച്ചാൽ മാത്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ 10th ക്ലാസ് ആണ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും കഴിഞ്ഞ മുമ്പത്തെ വർഷങ്ങളിലും എല്ലാം പഠിച്ചിരുന്ന കുട്ടികൾക്ക്, അതായത് കൊറോണ ബാച്ചിന് ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് 10th ക്ലാസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 15ഓളം ചാപ്റ്റേഴ്സ് ആണ് ഈ 10th ക്ലാസ്സിനുള്ളത്. റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽ, പിന്നെ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷന്, പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് ട്രയാങ്കിൾസ് വരുന്നുണ്ട്, കോർഡിനേറ്റ് ജിയോമെട്രി വരുന്നുണ്ട്, സം ആപ്ലിക്കേഷൻ ട്രിഗ്നോമെട്രി ഉണ്ട്, സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി ഉണ്ട്, സർക്കിൾസ് ഉണ്ട്, ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾ ഉണ്ട്, സർഫസ് ഏരിയ ആൻഡ് വോളിയം ഉണ്ട്, പിന്നെ സ്റ്റാറ്റിക്സ് ഉണ്ട്, പ്രോബബിലിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ആ ചാപ്റ്റർ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ചാപ്റ്റർ ഒരു 3 വർഷമായിട്ട് ആ ചാപ്റ്റർ പഠിക്കണ്ട. അതായത് അത് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു, ആ ചാപ്റ്റർ പഠിക്കണ്ട. ബാക്കി ഈ 14 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ് ഈ 14 ചാപ്റ്ററുകളും. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ, ഈ ചാപ്റ്ററുകൾക്കകത്തൊക്കെ തന്നെ കുറെ പാർട്ടുകൾ അതിനകത്ത് വീണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒന്നുകൂടെ പാഠഭാഗങ്ങൾ ചുരുങ്ങിയിട്ടുണ്ട് CBSE. അതിനകത്ത് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം തന്നെ മാത്രം കുറച്ച് ടഫായിരുന്നു പഠിച്ചിട്ട് പോയ കുട്ടികൾക്ക് മിക്കവർക്കും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം A1 ഹോൾഡർ ആകാനായിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾക്ക് മാത്രമേ A1 ഹോൾഡർ ആകാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് പോയിരുന്നത്. എങ്കിലും അവർക്ക് നേടാൻ പറ്റിയില്ല. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. പരീക്ഷ വളരെ ഈസി ആയിട്ടുള്ളതായിരുന്നു. അപ്പൊ നമ്മളൊന്ന് ചെറുതായിട്ട്, അതായത് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ മാത്സ് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ. ബാക്കിയുള്ള ഒരു സബ്ജക്ട് പഠിക്കുന്നു, ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചാടി ഇറങ്ങിയിട്ട് ഈ ഒരാഴ്ച കൊണ്ടല്ല 2 ആഴ്ച കൊണ്ട് ഞാൻ മാത്സ് പഠിച്ചു കളയുമ്പോൾ നടക്കത്തില്ല. പിന്നെ മിക്കവരുടെ ഒരു പരാതി ഇതാണ്, മാത്സ് പഠിക്കുമ്പോൾ മറന്നു പോകും. സ്വാഭാവികമാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായിട്ട് പഠിക്കുന്ന ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് മറന്നു പോകുമോ, സ്വാഭാവികമാണ്. അത് നിങ്ങളുടെ ഒരു പോരാളിയല്ല. വീണ്ടും വീണ്ടും ഒന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഓർമ്മയിലേക്ക് എത്തത്തുള്ളൂ. അതൊക്കെ എവിടെ പോട്ടെ, നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് വരാം. 1ാമത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, റിയൽ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതുകൂടിയുണ്ട്. ഇമാജിനറി നമ്പർ എന്ന് പറഞ്ഞ നമ്പർ സിസ്റ്റം ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും നമുക്ക് +1 +2 ആയിട്ട് നമുക്ക് പഠിക്കാം. നമുക്ക് 10th പഠിക്കുന്ന റിയൽ നമ്പേഴ്സ് ആണ്. ഈ റിയൽ നമ്പേഴ്സ് നമ്മൾ 10th പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും 9th ഒരു കണ്ടിന്യൂസ് ഇവിടെ വരുന്നുണ്ട്. 9th സ്റ്റാൻഡേർഡ് നിങ്ങൾ എന്താണ് റാഷണൽ നമ്പേഴ്സിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ റിയൽ നമ്പേഴ്സിനകത്ത് ഇതിനകത്തുനിന്ന് വീണ്ടും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അതായത് ഇതിനകത്ത് 1ാമത്തെ പോർഷൻ എന്ന് പറയുന്നത് യൂക്ലിഡ് ഡിവിഷൻ ലെമ എന്ന് പറയുന്നതാണ്. അതിപ്പോ പുതിയ എഡിഷൻ പുസ്തകത്തിനകത്ത് കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടില്ല. അതിന് മുമ്പത്തെ പഴയ പുസ്തകങ്ങൾ എടുക്കണം, അതിനകത്തുണ്ട്. ആ പോർഷൻ നമുക്ക് ഡിലീറ്റഡ് ആണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എവിടെ തൊട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്ന പോർഷൻ തൊട്ടാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്. എന്താണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്? ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ every composite number can be expressed as the product of primes. ഏതൊരു കോമ്പോസിറ്റ് നമ്പറിനെ നമുക്ക് പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ കോമ്പോസിറ്റ് നമ്പർ എന്താണ്, പ്രൈം നമ്പർ എന്താണ്, ഒരുവിധപ്പെട്ട കുട്ടികൾക്കൊക്കെ മിക്കവർക്കും അറിയാം. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞേക്കാം. എന്താണ് കോമ്പോസിറ്റ് നമ്പർ, എന്താണ് പ്രൈം. പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം നമ്പേഴ്സിന് വേറെ ഫാക്ടേഴ്സ് ഒന്നും തന്നെ ഇല്ല. ആ ഒരു സംഖ്യയും ഒന്നും മാത്രമേ. ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ 2 എന്ന് പറയുന്നത്, അപ്പം 1 എന്ന് പറയുന്ന നമ്പറാണല്ലോ നമ്മൾ കൗണ്ടിങ് നമ്പർ അഥവാ എന്താണ് നാച്ചുറൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 2 3 4 എന്ന് പറയുന്നതാണ്. ഇതിനകത്ത് ഈ 1 എന്ന് പറയുന്ന നമ്പർ 1 ഈസ് നോട്ട് എ പ്രൈം നമ്പർ, നോട്ട് എ കോമ്പോസിറ്റ് നമ്പർ എന്നാണ് പറയുന്നത്. 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. പിന്നെ രണ്ടാമത് വരുന്ന നമ്പറാണ് 2. 2 എന്ന് പറയുന്നത് പ്രൈം നമ്പർ. കാരണം 1 × 2 എന്ന് പറയുന്നത് മാത്രമേ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ, അത് 2. അപ്പം 1 എടുക്കത്തില്ല. പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ 2 തൊട്ട് തുടങ്ങും. ഞാനൊരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 100 താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് ഞാനൊക്കെ പറയാം. 100 താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 100 താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് 2 ഉണ്ട്. 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 3. കാരണം 3ക്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. 1 × 3 മാത്രമേ ഉള്ളൂ. 3 കഴിഞ്ഞ് പിന്നെ ഒരു ഈവൻ നമ്പർ 2 3 പിന്നെ ഒരു ഈവൻ നമ്പേഴ്സും പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 11 13 17 19. പിന്നെ വരുന്നത് 20 ആണ്. 20 വരത്തില്ല, 21 വരത്തില്ല. കാരണം 21 ഓഡ് നമ്പർ ആണെങ്കിൽ 21 ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് 21 വരത്തില്ല. പിന്നെ വരുന്നത് 23 വരും,
23 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29 ആണ്. 29 കഴിഞ്ഞ് കഴിഞ്ഞാൽ 31, 37, 41, 43, 47, 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഇങ്ങനെ 25 നമ്പറുകളോട് 100ന് താഴെ വരുന്ന പ്രൈം നമ്പേഴ്സ്. 100 താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. പ്രൈം നമ്പേഴ്സ് 100 താഴെയുള്ള 25 പ്രൈം നമ്പർ 25 പ്രൈം നമ്പേഴ്സ് ആണ് വരുന്നത്. അതിനകത്ത് ആ പ്രൈം നമ്പർ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറേ ഉള്ളൂ. ദാറ്റ് ഈവൻ നമ്പർ ഈസ് 2. ഇനി ഫണ്ടമെന്റൽ തിയറത്തിലേക്ക് നമുക്ക് വരാം. എന്താണ് ഫണ്ടമെന്റൽ തിയറം എന്നുള്ളത് ഞാൻ ഇപ്പൊ പറഞ്ഞു. എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രൈംസ്. ഏതൊരു കോമ്പോസിറ്റ് നമ്പർ എടുത്താലും അതിനെ നമുക്ക് എന്തായിട്ട് എഴുതാനായിട്ട് പറ്റും? പ്രോഡക്റ്റ് ഓഫ് പ്രൈം. ഒരു പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഇങ്ങനെ പ്രൈം നമ്പറിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ അതിന്റെ ഓർഡർ നിങ്ങൾ നോക്കണ്ട. എങ്ങനെ വേണമെങ്കിലും എഴുതാം, എങ്ങനെ എഴുതിയാലും ഒരുപോലെ. അതാണ് നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതായി കാണുന്നത് എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് or factorized. Expressed means the factorized ചെയ്യാൻ തന്നെയാണ്. Expressed or factorized as a product of prime. And this factorization is unique. ഇത് യൂണിക് ആയിരിക്കും apart from the order in which the prime factors occur. ഈ കിട്ടുന്ന പ്രൈം ഫാക്ടേഴ്സിന്റെ അകത്ത് ഇതിന്റെ ഓർഡർ മാറ്റുകയാണെങ്കിൽ ഇതെല്ലാം സെയിം ആയിരിക്കും. ഒരു രീതിയിലും വ്യത്യസ്തമായിട്ട് വരത്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ചില കുട്ടികൾക്ക് സംശയം വരും, എന്താണ് apart from the order എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പ്രൈം നമ്പർ നമുക്ക് എടുക്കാം. സപ്പോസ് വി ടേക്ക് എ പ്രൈം നമ്പർ, സോ എ കോമ്പോസിറ്റ് നമ്പർ 200. നമുക്ക് 210 എന്ന് പറഞ്ഞൊരു കോമ്പോസിറ്റ് നമ്പർ ഞാൻ ഇവിടെ എടുക്കുകയാണ്. എക്സാമ്പിൾ ഏതാണ്? 210, 210. ഈ 210 ഞാൻ ഫാക്ടറൈസ് ചെയ്യും. അപ്പൊ ഞാൻ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ നോട്ട് കാണാം, ഇത് ഈവൻ നമ്പർ. ഈവൻ നമ്പർ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനെ നമ്മൾ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ വി ടേക്ക് 2. ഞാൻ ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 എത്ര ടൈംസ് ഉണ്ട്? 1 ടൈംസ് ഉണ്ട്. ഇങ്ങനെ ഫാക്ടേഴ്സ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ആ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 211 എന്ന് പറയുന്നതിന് 210 എന്ന് പറയുന്നതിനെ കുട്ടികളൊക്കെ ഡിവൈഡ് ചെയ്യാനായിട്ട് കുട്ടികളൊക്കെ ഒരുക്കപ്പെട്ട ഏജ് ഉള്ളവർ മിക്കവരും തെറ്റിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പൊ 210 കൊടുത്തിട്ട് അവരോട് പറയുകയാണ് ഈ 210 ഒന്ന് ഡിവൈഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഈ നല്ലവണ്ണം അറിയാവുന്ന ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. 210 ഇതാ ഇങ്ങനെ കൊണ്ടേക്ക് ഇടും. 2 2 എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യം. 1 പിന്നെ വരുന്നത് എത്രയാണ്? 10 ആണ്. 10 2 എത്ര പ്രാവശ്യമുണ്ട്? 5 ഉണ്ട്. 15 തെറ്റി വെക്കും, തെറ്റാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു ചെറിയൊരു റൂൾ ഉണ്ടെന്ന് മറന്നു പോകും. കാരണം തൊട്ടടുത്ത സംഖ്യ ഇറക്കി എഴുതുമ്പോൾ അടങ്ങത്തില്ല എങ്കിൽ ഇത് കോഷ്യന്റിനകത്ത് അഥവാ ഹരണഫലത്തിന് ഒരു 0 ചേർക്കണം. ഒന്നിച്ചിറക്കിടാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ 1 താഴെ ഇറക്കി എഴുതുമ്പോൾ 1 2 അടങ്ങുമോ? ഇല്ല. അത് 0 ടൈംസ് ആണ്. അതുകൊണ്ട് ഇവിടെ 0 ചേർക്കണം. ഇനി വേണം അടുത്ത സ്ഥാനം ഇറക്കി എഴുതാൻ. അപ്പോൾ ഇവിടെ എത്രയായിട്ട് മാറി? 10 ആയിട്ട് മാറി. 10 2 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ് ഉണ്ട്. അപ്പോൾ 5 × 2 എത്ര വന്നു? 10. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയ 1/5. ഇതൊന്നും ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വെറുതെ ഈസി ആയിട്ട് പറഞ്ഞാണ്. കുട്ടികൾ എനിക്കൊരു തെറ്റിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചില ഡിവിഷൻസ്. അതുകൊണ്ടാണ് ക്ലാസ് ചെയ്യുമ്പോൾ പല കുട്ടികളും തെറ്റിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തൊന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ 200 ചെയ്യുന്നേ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യങ്ങളെ അടങ്ങും എന്ന് ചോദിച്ചിരിക്കുന്നത് 105. 105. പിന്നെ വീട്ടിൽ ഞാൻ ഇങ്ങനെ നോക്കി കഴിയുകയാണെങ്കിൽ ഈ 105-നകത്ത് ഇനി എത്ര അടക്കത്തുള്ളത്? 5 എടുക്കാം. 5 മാത്രമല്ല വേറെ സംഖ്യ എടുക്കാം. 3. അതെങ്ങനെ ഈ 3 അടക്കമില്ല നോക്കുന്നത്? ഒരു സംഖ്യക്കകത്ത് 3 അടക്കമില്ലെന്ന് അറിയുന്നത് അതിനകത്തുള്ള നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യും. 5 1 6. അതിനകത്തുള്ള അക്കങ്ങള് ഡിജിറ്റ്സ്, നമ്പേഴ്സ് അല്ല ഡിജിറ്റ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിനകത്ത് 3 തീർച്ചയായിട്ടും 3 അടങ്ങും. 5ഉം 1ഉം 6 ആണ്. 6 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതടങ്ങും? 3 അടങ്ങും. ഞാൻ ഇവിടെ 5 തന്നെ എടുത്താൽ നിങ്ങൾ ഒറ്റ തന്നെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 5 എടുക്കുന്നു. 5 10-നകത്ത് നിങ്ങൾക്കറിയാം എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യമുണ്ട്. അടുത്ത സ്ഥാനം 5 ആണ്. 5-നകത്ത് എത്ര പ്രാവശ്യമുണ്ട്? 1 പ്രാവശ്യമുണ്ട്. ഇനി ഇതിനകത്ത് എത്ര അടങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓഡ് നമ്പർ ആണ്. തീർച്ചയായിട്ടും 2 അടക്കത്തില്ല. പിന്നെ പോലും ഇതിന് അടുത്ത 3 അടങ്ങും. 3 അടങ്ങുമെന്ന് അറിയുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിജിറ്റ്സ് 3യുടെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അതിനകത്ത് എന്തടങ്ങും? 3 അടങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക 2 + 1 3 ആണ്. അപ്പോൾ ഇതിനകത്ത് 3 അടങ്ങും. 3 കൊണ്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം വരും? 21 7 ടൈംസ് 7 കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ വേറെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റൂ. വേറെ ഒന്നുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 7 ഇതിനകത്ത് എത്ര പ്രാവശ്യം?
1 ടൈംസ്. അപ്പോൾ ഇത് എല്ലാ പ്രൈം നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 210 എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാം. 210 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 2 into 5 into 3 into 7. കണ്ടോ? അപ്പോൾ 210 എന്ന് പറയുന്നത് ഞാൻ ഫാക്ടറൈസ് ചെയ്തു. എനിക്ക് ഇവിടെ പ്രൈം നമ്പേഴ്സ് കിട്ടി. ഏതൊക്കെ പ്രൈം നമ്പർ കിട്ടി? 2 into 5 into 3 into 7 കിട്ടി. അപ്പോൾ വേറൊരാളെ ചെയ്യാണ്, അയാൾ ഈ മെത്തേഡിലല്ല ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കുക. ഈ 210 എന്നതിനെ അയാൾ ചെയ്തപ്പോൾ അതിനുള്ള ബുദ്ധിപൂർവ്വം ചെയ്തു. ബുദ്ധിപൂർവ്വമൊന്നുമല്ല, പെട്ടെന്ന് ചെയ്യത്തക്ക രീതിയിൽ കൂടി ചെയ്തു. 210 തീർച്ചയായിട്ടും 7 അടങ്ങും. 7 21 എത്ര പ്രാവശ്യം ഉണ്ട്? 3 ടൈംസ് ഉണ്ട്. ഈ 0 37 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 30 കിട്ടും. അപ്പോൾ 30 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നേരിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് 10 is not a prime number. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 10 പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ മറ്റൊരു സംഖ്യ നമുക്ക് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അയാൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 ഇതിനകത്ത് 30 എത്ര ടൈംസ് ഉണ്ട്? 6 ടൈംസ് ഉണ്ട്. കണ്ടോ? ഇനി ഈ 6 എന്ന് പറയുന്നത് ഈവൻ നമ്പർ ആണ്. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അഥവാ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര പ്രാവശ്യം കിട്ടി? 2 ടൈംസ് കിട്ടി. ഇനിയിപ്പോ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. എത്ര വന്നു? 1. അപ്പൊ പുള്ളി ചെയ്തപ്പോൾ സെക്കൻഡ് പാർട്ടി ഇതിനെ ഫാക്ടറൈസ് ചെയ്തപ്പോൾ പുള്ളിക്ക് കിട്ടിയത് 210 is equal to 7 into 5 into 3 into. കണ്ടോ? ഇതാണ് എന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓർഡർ ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന രണ്ടും സെയിം ആണ്. നിങ്ങൾ നോക്കുക, ഇവിടെ എഴുതിയപ്പോൾ 2537 എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ ചെയ്തപ്പോൾ അയാൾ കിട്ടിയത് അങ്ങനെയല്ല, 7532 ഒന്നിനേക്ക്. ഇതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്സിനകത്ത് പറയുന്നത്. എവരി കോമ്പോസിറ്റ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഓർ ഫാക്ടറൈസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് ദ പ്രൈംസ്. ഓക്കെ. Okay, every composite numbers can be written as the product of primes എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടികൾക്ക് എനിക്കൊക്കെ ഒരു സംശയമാണ് ഈ പ്രൈം നമ്പേഴ്സ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ലെസ് ദാൻ 100 അപ്പൊ 100ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ഞാൻ പറഞ്ഞിരുന്നു. 1 is not a prime number, not a composite number. 1 എന്ന് പറയുന്നത് പ്രൈം നമ്പറും അല്ല, കോമ്പോസിറ്റ് നമ്പറും അല്ല. only one even prime number, that prime number is 2. 2 ആണ് ഇരട്ടസംഖ്യയായിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പർ ഉണ്ട്. ബാക്കിയുള്ള 3 താഴേക്കുള്ള പ്രൈം നമ്പേഴ്സ് ഇങ്ങോട്ടേക്ക് നോക്കുക. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. 2 എന്ന് പറഞ്ഞാൽ 1 into 2 എന്ന് മാത്രമേ ഉള്ളൂ. വരാം ഫാക്ടറി 1 തന്നെ അതില്ല, അതുകൊണ്ട് 2 എഴുതാം. പിന്നെ വരുന്നത് 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പർ ആണ്. 2 ഇനി ഒരു ഈവൻ നമ്പർ വരികയാണ് ഇവിടെ. പിന്നെ അടുത്ത വരുന്നത് 3 ആണ്. 1 into 3 എന്നേ ഉള്ളൂ. അപ്പം 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 8, 9 ഇതൊന്നും വരില്ല. കാരണം 8 ഈവൻ നമ്പർ ആണ്. 2 into 4 എന്ന് എഴുതാം. 9 എന്ന് പറഞ്ഞാൽ 3 into 3 9 ആണ്. പിന്നെ 10 എന്ന് പറഞ്ഞാൽ 2 into 5 10 വരും. അപ്പൊ അതൊന്നും പറ്റത്തില്ല. പിന്നെ 11 ഉള്ളൂ. 11 വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഫസ്റ്റ് കോയിൻ 5 നമ്പേഴ്സ് 2 3 5 7 11. സെക്കൻഡ് ഇതിനകത്ത് 11 കഴിഞ്ഞാൽ 12 വരുന്നത് ഈവൻ നമ്പർ ആണ്. 12 വേണ്ട. 12 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് 13 പ്രൈം നമ്പർ ആണ്. 1 into 13 അല്ലാതെ വേറെ ഫാക്ടേഴ്സ് ഒന്നുമില്ല. 13 കഴിഞ്ഞാൽ 14 ഈവൻ നമ്പർ ആണ്. വേണ്ട. 15 എന്ന് പറഞ്ഞാൽ 3 into 5 എന്ന് എഴുതാം. 16 2 into 8 എന്ന് പറഞ്ഞ് 16 എഴുതാം. അപ്പൊ അതൊന്നുമില്ല, 16 ഇല്ല. പിന്നെ അടുത്ത പിന്നെ ഏതാ? 17 എഴുതാം. 18 ഈവൻ നമ്പർ ആണ്. വേണ്ട. 19 പ്രൈം നമ്പർ ആണ്. പിന്നെ 20 ഇല്ല. അപ്പൊ 21 വരും. 7 into 3 21 ആണ്. അപ്പൊ 21 ഇല്ല. പിന്നെ ഉള്ളത് 23 കഴിഞ്ഞാൽ 24 വേണ്ട. ഈവൻ നമ്പർ ആണ്. 2ന്റെ മൾട്ടിപ്പിൾ ആണ്. 24 25 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 5 into 5 25 26 ഈവൻ നമ്പർ ആണ്. അല്ലെ 13 into 2 26 ആണ്. അപ്പൊ 26 വേണ്ട. പിന്നെ അടുത്ത ഏതാ വരുന്നത്? 27. അപ്പൊ നിങ്ങൾക്ക് സംശയം 27 പേരുടെ വരത്തില്ല. 9 into 3 27 ആണ്. അല്ലെ 9 into 3 എന്ന് പറഞ്ഞാൽ 27 ആണ്. മൾട്ടിപ്പിൾ ഉണ്ട്. അപ്പൊ 27 വരികയില്ല. പിന്നെ പോയിട്ട് അതാണ് 29. 30 വരുന്നില്ല. 9 into 30 എന്ന് പറയുമ്പോഴത്തേക്ക് ഈവൻ നമ്പർ ആണ്. അത് 2 into 15 വരാം. 2 into 2 into 5 വരാം. അതുകൊണ്ട് അത് വരത്തില്ല. പിന്നെ അടുത്ത് വരുന്നത് 31 വരാം. 31 ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. 31 കഴിഞ്ഞാൽ 32 വരത്തില്ല. ഈവൻ നമ്പർ 1 വരികയില്ല. 33 വരികയില്ല. 11 into 3 33 ആണ്. 34 വരികയില്ല. 35 വരത്തില്ല. 36 വരുന്നില്ല. പിന്നെ വരുന്നതാണ് 37 ആണ്. 37 പ്രൈം നമ്പർ ആണ്. 39 വരില്ല. 39 3യുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 39 വരില്ല. 40 വരില്ല. 2 ആണ്. അടുത്ത 41 വരാം. 41 പിന്നെ വരുന്നത് 43 ആണ്. 43 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്നത് 47 വരത്തുള്ളൂ. വേറെ എടുക്കുള്ള എല്ലാത്തിനും ഫാക്ടേഴ്സ് ഉണ്ട്. 47 49 7 into 7 49 ആണ്. അപ്പൊ 49 വരത്തില്ല. 50 ഈവൻ നമ്പർ ആണ്. വരില്ല. 51 വരികയല്ല. 17 into 3 51 ആണ്. അപ്പം
51 വരികയല്ല, 52 ഈവൻ നമ്പറാണ്, വരില്ല. പിന്നെ 53 വരാം. 53 വന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 59 വരെ മാത്രമേ വരത്തുള്ളൂ. ബാക്കി ഇടയ്ക്കുള്ളതിൽ എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. 59 കഴിഞ്ഞ് കഴിഞ്ഞാൽ 60 വരില്ല. പിന്നെ 61 കാണുമ്പോൾ ഒറ്റ കൊടുത്ത ഫാക്ടേഴ്സ് സംഭവം ഈ ഫാക്ടേഴ്സ് വരെയില്ല. 61 കഴിഞ്ഞാൽ 67 കഴിഞ്ഞ് കഴിഞ്ഞാൽ 71 വരെയുണ്ട്. അതിന് ഇടയ്ക്കുള്ളതിലൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്. 71 പിന്നെ 72 ഒന്നും വരില്ല. 73 ഫാക്ടേഴ്സ് ഇല്ല. 73 കഴിഞ്ഞില്ല. പിന്നെ 79, 83, 89, 97 ഇത്രയും എണ്ണമാണ് 100 താഴെയുള്ള ഏതാണ് പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഈ പ്രൈം നമ്പേഴ്സിനെ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, പ്രൈം നമ്പർ ഫാക്ടേഴ്സ് ഇല്ലാത്തത് 1 ആ നമ്പർ ഒഴികെ ബാക്കി ഒരു ഒന്നും അതിനെ തരകത്തില്ല. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കോമ്പോസിറ്റ് നമ്പറുകൾ ആണ്. ഇത്രയുമാണ് നമ്മളുള്ള പ്രൈം നമ്പേഴ്സിന്റെ കാര്യങ്ങൾ. ഇനി ഏതെങ്കിലും കോമ്പോസിറ്റ് നമ്പർ തരുകയാണെങ്കിൽ ഈ കോമ്പോസിറ്റ് നമ്പേഴ്സിനെ പ്രൈം നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾ വീണ്ടും വരുന്ന 2 കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. HCFും LCMും ഇത് കൂടുതലായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. യൂക്ലിഡ് ഡിവിഷൻ ലെവൽ എന്ന് പറയുന്ന ആദ്യത്തിനകത്തായിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. ആ പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നാലും നമുക്ക് ഇതിന്റെ യൂസേജ് ഇവിടെ വരുന്നുണ്ട്. HCFും LCMും കണ്ടുപിടിക്കുന്നത് എന്താണ് HCF? HCF എന്ന് പറഞ്ഞാൽ പേരിനകത്തുണ്ട് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. HCF എന്താ HCF എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ് ഈ HCF എന്ന് പറയുന്നത്. ഫുൾ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ് LCM എന്ന് പറയുന്നത്. HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF. രണ്ടാമത് LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ എങ്ങനെയാണ് ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ അത് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അതിനൊരു തിയറോടെ ഉണ്ട്. ആ തിയറി ഇതിന്റെ പുറകെ വരുന്നുണ്ട്. എന്താണ് HCF, എന്താണ് LCM എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് HCF, എന്താണ് LCM? അല്ല, HCF എന്ന് പറഞ്ഞാൽ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എന്നാണ്. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്നാണ്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, നിങ്ങളോട് പറയുകയാണ്. ഇപ്പം നിങ്ങളുടെ പുസ്തകത്തിനകത്ത് തന്നെ ഉള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം. ഓർമ്മ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. 6 and 20. Find the HCF and LCM of 6, 20. 2 സംഖ്യകളുടെ HCF കാണണം, LCM കാണണം. ഏത് സംഖ്യകളാണ്? ഓർക്കുക, സംഖ്യകൾ തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. 6 പിന്നെ ഏതാണ് 20. ഈ 2 സംഖ്യകളുടെ എന്തൊക്കെ കണ്ടുപിടിക്കണം? HCF കണ്ടുപിടിക്കണം, LCM കണ്ടുപിടിക്കണം. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് LCM HCF കണ്ടുപിടിക്കുക. ഇത്ര ചെറിയ സംഖ്യ എന്താണെന്ന് തന്നിരിക്കുന്നത് അറിയുന്നത് എന്താണ് നിങ്ങളുടെ ചോദ്യം. ഈ മാത്സിന്റെ പ്രത്യേകതയുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യും. പക്ഷെ ഒറ്റ കാര്യം ഞാൻ കണ്ടീഷൻ നിങ്ങളോട് ഞാൻ പറയാം. മാത്സ് പഠിക്കാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. ആദ്യം ഒന്ന് നോക്കി പഠിക്കുക. അതിനുശേഷം നിങ്ങൾ അത് ബുക്ക് എടുത്ത് എഴുതണം, ചെയ്ത് പഠിക്കണം. മാത്തമാറ്റിക്സ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലാത്ത കുട്ടികൾക്ക് പറ്റുന്ന ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ട്, പുസ്തകം എടുത്തു വെച്ച് പഠനത്തോട് പഠനമാണ്. പക്ഷേ പരീക്ഷ കാലം ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞേക്കാം. ഈ CBSE ഒരു പ്രത്യേകത. ഇപ്പൊ ഈ റിയൽ നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ബേസിക് ഇതുപോലെ പഠിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് പഠിച്ചിട്ട് ബാക്കിയുള്ള കണക്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഡെഫിനറ്റായ കാര്യമാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാം. അതായത് ചെയ്ത് പഠിക്കണം, എഴുതി പഠിക്കണം, ക്വസ്റ്റ്യൻ എടുത്ത് നോക്കുക, അത് എങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് അതിന്റെ മെത്തേഡ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം തനിയെ ചെയ്യുക. വീണ്ടും 2 or 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇത് മറന്നു പോകും. വീണ്ടും ഒരു ക്ലാസ് നോക്കുക. അങ്ങനെ നോക്കി പഠിച്ചെങ്കിൽ മാത്രം കുറേശ്ശെ നിങ്ങളുടെ ബ്രെയിൻ അത് എന്ത് ചെയ്യും, ഒപ്പിയെടുക്കും. നിങ്ങൾക്ക് പിന്നീട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മറന്നു, എല്ലാവരും പറയുന്ന കാര്യം ഇതാണ്, മറന്നു. അപ്പൊ 6 സെക്കൻഡ് അതുകൊണ്ടാണ് ഇത്ര ചെറിയൊരു സംഖ്യ നിങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങളുടെ പുസ്തകം അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 6 and 20. ഇതിന്റെ HCF കാണാം, LCM. എങ്ങനെയാണ് ഇതിന്റെ HCF LCM കാണുക? നിങ്ങൾ നോക്കുക. ഞാനിവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? ആദ്യത്തെ സംഖ്യ 6 ആണ്. 6നെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാൻ ഏത് പഠനം ചെയ്യാൻ പറ്റും? 6നെ ഫാക്ടറൈസ് അല്ലെ, 6നെ ഫാക്ടറൈസ് ചെയ്യാൻ പറയാൻ നാൽക്കാരാകണം. ഫാക്ടറൈസ് ചെയ്യാൻ പറയുന്നത് തന്നെ 6നെ എത്രകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര വരും? 3 വരും. ചില കുട്ടികൾ ഒരു പ്രാവശ്യം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്നത്. 3 ഇത്ര പ്രാവശ്യം ഒരു പ്രാവശ്യം. അപ്പൊ 6ന്റെ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടി. 2 and 3. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എഴുതുകയാണ്. 6നെ ഞാൻ എഴുതുകയാണ്. ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 into 3. ഇതാണ് 6 എന്ന് പറയുന്ന നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് അടുത്തത് ഏതാണ്? 20 ഞാൻ ഫാക്ടറൈസ് ചെയ്യാണ്. 20 എന്ന് പറയുന്നത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഓർക്കുക, ഉടനെ നോട്ടം നോക്കും കുട്ടികളെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലേ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് 10 is not a prime number. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ പ്രൈം നമ്പർ കൊണ്ട് മാത്രമേ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈം നമ്പർ 2 ആണ്, സെക്കൻഡ് 1 ആണ്, 3 ആണ്, 5 ആണ്, 7 ആണ്,
പിന്നെ വരുന്നത് 11 ആണ്. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അത്രയും സംഖ്യകൾ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 നോക്കുക, 3 നോക്കുക, 5 നോക്കുക, 7 നോക്കുക, 11 നോക്കുക, 13 നോക്കുക, 17 നോക്കുക, 19 നോക്കുക, 23 നോക്കുക, 29 നോക്കുക, 31 നോക്കുക. അങ്ങനെ പ്രൈം ഫാക്ടേഴ്സ് കൊണ്ട് മാത്രമേ എന്തെങ്കിലും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 20 നമ്മൾ എന്തുകൊണ്ട് ഫാക്ടറൈസ് ചെയ്യും? 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഞാൻ 20 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുന്നു. 20 എത്ര ടൈംസ് ആണ്? 10 ടൈംസ്. ഇനി അടുത്തത് വീണ്ടും നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കുക. ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്ന എല്ലാം കിടക്കുന്ന രണ്ടാമത്തെ 2 പ്രൈം ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ 2 കൊണ്ട് ഫാക്ടറൈസ് ചെയ്യാം, അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു കാര്യം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഫണ്ടമെന്റൽ തിയറത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പാർട്ട് ഫ്രം ദ ഓർഡർ ഓഫ് പ്രൈം നമ്പർ നോക്കുക. ഈ കിട്ടുന്ന പ്രൈം നമ്പറിന്റെ ഓർഡർ ഒന്നും കാര്യമില്ല, ഓർഡർ അങ്ങനെ മാറ്റിയിടുക. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഡിവൈഡ് ചെയ്യാൻ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്. അപ്പൊ 2 കൊണ്ടാണ് എന്നെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എത്ര വന്നു? 5 വന്നു. ഈ 5 ഞാൻ ഒരു പ്രാവശ്യം എഴുതുന്നു, എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, 1. അപ്പൊ നമുക്ക് 20യുടെ ഫാക്ടേഴ്സ് കിട്ടി. എന്താണ് 20യുടെ ഫാക്ടേഴ്സ്? 20 ഈസ് ഈക്വൽ ടു 20യെ മാറ്റി എഴുതാനായിട്ട് പറ്റും. എങ്ങനെ പറ്റും? 2 into 2 into 5. ഇതാണ് അല്ല 2 into 2 into 5. ഞാൻ ഇതിനെ ഒന്നുകൂടി ഒന്ന് ഇതാക്കി എഴുതുകയാണ്. അതായത് പവർ വെച്ച് എഴുതുകയാണ്. ഇതിന്റെ എക്സ്പോണന്റ് എങ്ങനെ വരും? 6നെ ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കുക, 6 into 6 is equal to 2. ഇവിടെ ഞാൻ എഴുതിയപ്പോൾ 2ന്റെ പവർ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 2 into 2 2 പ്രാവശ്യം ഉണ്ട്. ദാറ്റ് മീൻസ് സ്ക്വയർ എഴുതാം. 2 squared into 5 എന്ന് പറഞ്ഞാൽ 5 ratio 1 എന്ന് എഴുതാമല്ലോ. ഇവിടെ 2 എന്ന് പറഞ്ഞാൽ 2 ratio 1 എന്ന് എഴുതാം. 3 എന്ന് പറഞ്ഞാൽ 3 ratio 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്ത് HCF കാണാൻ പോകും. എങ്ങനെയാണ് HCF കാണുക? HCF കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്ന, അപ്പൊ ഞാൻ ഈ ഭാഗങ്ങൾ നിങ്ങൾ മാറ്റി എഴുതാൻ, നിങ്ങൾ ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യം തന്നെ. ഞാൻ ഇത്രയും ഭാഗങ്ങൾ മാനിച്ചു കളയുകയാണ്. നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് ഇവിടെ കിട്ടി. ആ കിട്ടിയിരിക്കുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. നിങ്ങൾ നോക്കുക. 6 is equal to 2 raised to 1 into 3 raised to 1 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത 20 is equal to, എന്തിനാ ഞാൻ ഇങ്ങനെ ഇത്രയും ചെറിയ കണക്കെടുത്ത് ഇങ്ങനെ പറയുന്നത് ചോദിച്ചാൽ വലിയ സംഖ്യ കിട്ടിയാൽ ഇതുപോലെ തന്നെ ചിന്തിച്ചിരിക്കും. അതുകൊണ്ടാണ്. അപ്പം 20 is equal to എങ്ങനെ വരും? 20 is equal to 2 raised to 2 into 5 raised to 1. കണ്ടോ? ഇനി ഞാൻ ഇത് രണ്ടും വെച്ചുകൊണ്ട് ഇതിനകത്തുനിന്ന് HCF എഴുതുക. ആദ്യം ഞാൻ എഴുതുന്നത് ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ ആ പേരിനകത്ത് തന്നെയുണ്ട്, കോമൺ ആയിട്ട് വരുന്നത് മാത്രമാണ് എടുത്തെഴുതുക. ആ കോമൺ ഫാക്ടർ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ, ആ പ്രൈം നമ്പറിന്റെ പവർ കുറവുള്ളത് ഏതാണോ, അതായത് എക്സ്പോണന്റ് കുറവുള്ളത് ഏതാണോ അത് വേണം എഴുതാൻ. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പൊ ഈ രണ്ടിടത്ത് വരുന്ന കോമൺ ആയിട്ട് വരുന്നത് ആരാണ്? കോമൺ ആയിട്ട് വരുന്നത് 2 ആണ്. കണ്ടോ? അപ്പം നിങ്ങൾ നോക്കാം, ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ അഥവാ HCF എന്ന് പറഞ്ഞാൽ പേര് ഓർത്തോണം. ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ, കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ. ആ ഫാക്ടറിനകത്ത് പവർ കുറവേതുണ്ടോ അത് എഴുതാൻ പറ്റൂ. ഇവിടെ പവർ കുറവുള്ളത് 2 raised to 1 എന്നാണ്. അപ്പൊ 2 മാത്രമേ എഴുതാറുള്ളൂ. 2 raised to 1 എന്ന് പറയുന്നതാണ് ഇതിന്റെ HCF. 2 raised to 1 2 raised to 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 2. Therefore its HCF is 2. ഓക്കെ, മനസ്സിലായി? ഇതിന്റെ HCF ഏതാണ്? 2. അപ്പൊ ഈ HCFന്റെ ഡെഫിനിഷൻ ആവുന്നൊന്നും മാറുകയാണ്. എന്താണ് HCFന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ? പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈസ് ആണ്. പ്രോഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈസ് ആണ്. ഈ തന്നിരിക്കുന്ന പ്രൈസ് ഫാക്ടറിനകത്ത് കോമൺ ആയിട്ട് വരുന്ന പ്രൈസ് ഫാക്ടറിന്റെ സ്മോളസ്റ്റ് പവർ ഏതാണോ അതിന്റെ പ്രോഡക്റ്റ് എടുക്കണം. അതിന്റെ പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ടിടത്തുള്ളത് 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ 2 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. അപ്പൊ HCF is equal to 2. ഇനി LCM എന്താണ്? വേറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണെങ്കിൽ അടുത്തത് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അപ്പൊ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റ് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഈച്ച് പ്രൈം നമ്പർ. ഇതിനകത്ത് വരുന്ന ഓരോ പ്രൈം നമ്പറിന്റെയും പവറിന്റെ ഹൈ ആയിട്ടുള്ളത് എടുത്ത് മൾട്ടിപ്പിൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഓരോന്നിനകത്തും വരുന്നതിന്റെ, അപ്പൊ ഈ 2 എണ്ണം കോമൺ ആയിട്ട് വരുന്നതാണല്ലോ. ഓരോ പ്രൈമിനും എടുത്ത് ഗുണിക്കണം എന്നുള്ള പ്രത്യേകത. ഏതൊക്കെ പ്രൈം ഇതിനകത്ത് വരുന്നുണ്ടോ അതിന്റെയൊക്കെ ഹൈയസ്റ്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ HCF എടുക്കുമ്പോൾ LCM എടുക്കുമ്പോൾ ഞാൻ ഇവിടെ നോക്കുന്നു. ആദ്യത്തെ ഇവിടെ 2 raised to 1, രണ്ടാമത്തെ ഇതിനകത്ത് 2 ഉണ്ട്. ആ 2ന്റെ പവർ എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കുന്നത് LCM കാണുമ്പോൾ ഏതെടുക്കണം? 2 raised to 1 എടുത്താൽ പോരാ, ഹൈയസ്റ്റ് പവർ ആയിട്ടുള്ളത് എടുക്കണം 2 raised to 2 into പ്രോഡക്റ്റ്. ഇവിടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് മാത്രമേ എടുക്കൂ. ഇവിടെ പിന്നെ ലോവസ്റ്റ് ആണ്. ഇവിടെ 2 raised to 2 into
രണ്ടാമത് കിടക്കുന്നത് ഏതാണ്? പ്രൈം ഫാക്ടർ 3 ആണ്. 3യുടെ ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള പവർ ഏതാ? 3 ഇവിടെ മാത്രമേ ഉള്ളൂ. അതിന്റെ പവർ 1 ആണ്. അപ്പൊ 3:1 എടുക്കാം. 3:1 ഇൻറ്റു ഇനി വീണ്ടും 2:2 എഴുതും. പിന്നെ 5 ഇതിനകത്ത് വരുന്ന ഒരു പ്രൈം നമ്പർ ആണല്ലോ. ആ 5ന്റെ ഹൈയസ്റ്റ് പവർ എത്രയാ? 1 ഇൻറ്റു 5 that is equal to 2:2 എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 4 ഇൻറ്റു 3 ഇൻറ്റു 5 that is equal to നിങ്ങൾക്കറിയാം 4 ഇൻറ്റു 3 12 ഇൻറ്റു 5 എത്രയാണ്? 12 ഇൻറ്റു 5 60. Therefore its LCM is 60 and HCF is 2. നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഒരു കണക്കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞേക്കാം എങ്ങനെയാണ് ഇത് എടുക്കുന്നത് എന്ന്. അതായത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. ഈ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതിന് ശേഷം അതിനകത്ത് വരുന്ന പ്രൈം നമ്പറിനകത്ത് HCF കാണാനാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ നോക്കുക. ആ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് എത്രയെണ്ണം ഉണ്ടോ? ഇപ്പൊ ഇവിടെ രണ്ടിടത്ത് കോമൺ ആയിട്ട് 2 എന്ന് പറയുന്ന ഒറ്റ ഒരെണ്ണേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ ലീസ്റ്റ് പവർ ഉള്ളത് എടുക്കുക. അഥവാ സ്മോളസ്റ്റ് പവർ വരുന്നത് ഏതാണ് അതങ്ങ് എടുത്താൽ മതി. ഇപ്പൊ ഇവിടെ കൂടെ ഒരു 3 ഉണ്ടെന്ന് വിചാരിച്ചു. സപ്പോസ് ഇവിടെ ഒരു 3 സ്ക്വയർ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഇവിടെ ഒരു 3 സ്ക്വയർ കൂടി ഉണ്ട് എങ്കിൽ 2 ഇൻറ്റു ഇവിടെ 3 കൂടെ വരും. അപ്പൊ കോമൺ ആയിട്ട് 3 വരും. ആ 3യുടെ ഇവിടെ 3:2 ആണ്. ഇവിടെ 3:1 ആണെങ്കിൽ 3:1 മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പൊ 2 ഇൻറ്റു 3:1 എന്ന് എടുക്കാം. ഞാൻ കുറെ ഓർമ്മ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പേഴ്സിന്റെ പവറിനകത്ത് ഏറ്റവും കുറവുള്ള പവർ ഉള്ളതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? HCF കിട്ടും. LCM കിട്ടാൻ കണ്ടുപിടിക്കാനുള്ള മാർഗം എന്താണ്? LCM എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് വരുന്ന എല്ലാ പ്രൈമിന്റെയും ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ടുള്ള പവർ ഉള്ളത് ഏതാണോ അത് എടുക്കുക. 2 ഉണ്ട്, രണ്ടിടത്ത് 2 ഉണ്ട്. അതിനകത്ത് ഹൈയസ്റ്റ് ആയിട്ടുള്ള 2² ആണ്. 2² എടുത്തു. 3 രണ്ടിടത്തും ഇല്ല, ഒരിടത്ത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഹൈയസ്റ്റ് എത്രയാണ്? 1 ആണ്. അതെടുത്ത് 3:1. 5 ഉണ്ട്, 5ന്റെ 1 ആണ്. അതെടുത്ത് അപ്പൊ ഇതാണ് ഇതിന്റെ LCM. അപ്പോൾ ഇത് HCFും LCM കാണുന്നതിനുള്ള ഇത് ഞാൻ ഇവിടെ വരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ കൂടുതൽ ക്ലാസ്സൊക്കെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് കുറേശ്ശെ പഠിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അതുകൊണ്ട് തന്നെ HCFും LCM കാണുന്നതിനുള്ള രീതി അടുത്ത ഒരു ഒറ്റ കണക്കൂടെ നിങ്ങൾക്ക് ഒരു വലിയൊരു കണക്കൂടെ ഞാൻ ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ചെയ്യുന്നതിന് എക്സാമിനേഷന്റെ പ്രീവിയസ് ഇയറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത്. എല്ലാം വെളിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പാഠഭാഗത്തിൽ നിന്ന് വളരെ കുറച്ചുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.